എന്തായാലും തിരുവനന്തപുരത്ത് ബസ്സിൽ സഞ്ചരിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണ് കൂടുതൽ സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോഴേ ഇങ്ങനത്തെ ഇത്തരം ബസ്സുകളൊന്നും ഇല്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് മാറുകയാണ്. അതിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എസ്പെഷ്യലി മിസ്റ്റർ ഗണേഷ് കുമാറിന് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു സ്നേഹിതനും എൻ്റെ ഒരു കുടുംബ സുഹൃത്തും ആയതുകൊണ്ട് പറയല്ല, അദ്ദേഹം KSRTCക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകണം. നല്ല ബസ്സുകൾ, നല്ല സഞ്ചാര റൂട്ടുകൾ, നല്ല സർവീസുകൾ, ഇതെല്ലാം ചെയ്താലേ ബാക്കി വിദേശ രാജ്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മേജർ ഒരു കാര്യമാണ്. ഒരു നാടിൻ്റെ ട്രാൻസ്പോർട്ട് നന്നാക്കാൻ സാധിച്ചാൽ ആ നാട് വളരെയധികം ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. എല്ലാവിധ ആശംസകളും. ഗുഡ് ലക്ക്. ബസ്സിന്റെ അകത്ത് കയറി ഒന്ന് സഞ്ചരിക്കണം ആഗ്രഹമുണ്ട്, അകത്തേക്ക് കയറാം. അത് അല്ലാതെ ബസ് കാണുമ്പോൾ തന്നെ തോന്നും. KSRTC പുതിയ ബസ്സുകൾ നിർത്തലിറക്കാണ്. അതിന്റെ ഉദ്ഘാടനമൊക്കെയാണ് മോഹൻലാൽ നിർവഹിച്ച് മന്ത്രി KB ഗണേഷ് കുമാറിനൊപ്പം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് ലാലേട്ടൻ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ നമ്മൾ കണ്ടു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിന്റെ വിളംബര പത്രം സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയ KSRTC ബസ്സുകൾ നിരത്തിലിറക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. മുഖ്യമന്ത്രി അന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യുക. മേഘന മുരളി ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നു. മേഘന, മോഹൻലാലിന് അല്ലെങ്കിൽ ലാലേട്ടന് ഈ ഇത് പഴയകാല ഗൃഹാതുര ഓർമ്മകളൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ ഓർമ്മകൾ കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും ഹാഷ്മി, മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാൽ ജനിച്ച് വളർന്ന നാടാണ് തിരുവനന്തപുരം. ഈ തിരുവനന്തപുരം തന്നെയായിരുന്നു കോളേജ് വിദ്യാഭ്യാസ കാലവും സ്കൂൾ വിദ്യാഭ്യാസ കാലവും ഒക്കെ കഴിഞ്ഞ ഒരു നാടാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ഈ KSRTC ബസ്സിലെ യാത്ര എന്ന് പറയുന്നത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഓർമ്മകളുള്ള ഒരു കൗതുകപൂർണ്ണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ KSRTCയുടെ പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നതിന്റെ ഭാഗമായിട്ടാണ്, ഒരു ഓർമ്മ എക്സ്പോയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ KSRTC ബസ്സുകൾ സന്ദർശിക്കാൻ മോഹൻലാൽ എത്തിയത്. അതിൽ പ്രധാനമായും മോഹൻലാൽ ഇന്നലെ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പ്രിയദർശൻ അടക്കമുള്ള മണിയൻപിള്ള രാജു അടക്കമുള്ളവർ പറയുന്നത് ഒരു ഓർമ്മ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോളേജിൽ MG കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മോഡൽ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തൊക്കെ ഈ KSRTC ബസ്സിലായിരുന്നു മോഹൻലാൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ പഴയകാല ഓർമ്മകൾ അയവിറക്കുക തന്നെയാണ്. കൂടാതെ മഹാനടനായി മാറിയപ്പോഴും അല്ലെങ്കിൽ പലതരത്തിലും പല നാടുകളിലേക്കും ചേക്കേറിയപ്പോഴും ഈ നാടും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളും അത് KSRTC ബസ്സിലെ യാത്രയും ഒക്കെ മോഹൻലാൽ അയവിറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗണേഷ് കുമാറിന്റെയും ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഈ ഓർമ്മ എക്സ്പ്രസ് എന്ന രീതിയിൽ ഈ ഒരു പരിപാടി സജ്ജീകരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 5:30 മുഖ്യമന്ത്രി ഈ ഒരു പുതിയ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായി എക്സ്പോ നടക്കുന്നുണ്ട്. അങ്ങനെ ഇത്തരം പരിപാടികളുടെ ഭാഗമായാണ് ഈ മോഹൻലാൽ ഈ പരിപാടിയിലേക്ക് എത്തുന്നത്, ബസ്സുകൾ സന്ദർശിക്കുന്നത്. ഇപ്പോൾ പുതിയ ബസ്സുകൾ കയറി സന്ദർശിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പഴയ ബസ്സിൽ കയറുകയും ഈ പഴയ ബസ്സുകളുടെ പഴയകാല ഓർമ്മകൾ, അത് ഈ പഴയ കോളേജ് കാലത്തിൽ എങ്ങനെയായിരുന്നു കോളേജിലേക്ക് പോവുക, അതുപോലെ തന്നെ പ്രിയദർശൻ അഭിനേതാക്കളായ മണിയമ്പിള്ള രാജു, നന്ദു, മന്ത്രി KB ഗണേഷ് കുമാർ എന്നിവരൊക്കെ ആ ഓർമ്മ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നു. ഇവർ പഴയ കൈയായിരുന്നു, പഴയ ടീമായിരുന്നു അവിടെ തിരുവനന്തപുരത്തെ. അപ്പോൾ അവർ ബസ്സിൽ കയറിയതും അന്ന് കാണിച്ച കുസൃതികളും ഒക്കെ ഓർത്തുകൊണ്ടുള്ള ഒരു യാത്ര ഓർമ്മ എക്സ്പ്രസ്. അത് KSRTCയുടെ പുതിയ ബസ്സുകൾ, ഗംഭീരമായ പുതിയ ബസ്സുകൾ നിരത്തിറക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊമോഷണൽ പരിപാടി കൂടിയായിരുന്നു അത്. അതിനുശേഷം പുതിയ ബസ്സുകൾ കയറി കാണുകയാണ് മോഹൻലാൽ, മന്ത്രി KB ഗണേഷ് കുമാറും.